ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സ്പെസിഫിക് കമ്പനീസ് മാത്രമല്ല, നമ്മളെല്ലാം നോക്കുന്നുണ്ട്. ഇതിൽ ടോപ്പ് 10 കമ്പനീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ 10th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി കിയ ആണ്. കിയ കഴിഞ്ഞ മാസം ജസ്റ്റ് 19 വാഹനങ്ങൾ സെയിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യാനാണെങ്കിൽ ജാനുവരി 2025 47 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. 28 വാഹനങ്ങൾ വ്യത്യാസം 59.57% ഡീഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി ഡീഗ്രോത്ത് റേറ്റ് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. നമ്മുടെ ഈ ലിസ്റ്റിലെ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് രണ്ടാമതായി വന്നിരിക്കുന്ന കമ്പനി കിയ ആണ്. പക്ഷെ എന്നാലും ഇത് ഈ ലോ വോളിയം സെയിൽസിൻ്റെ പ്രശ്നമാണ്. കിയക്ക് ഇന്ത്യയിലാകെ ഇപ്പോൾ EV6ഉം പിന്നെ EV9ഉം മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങളായിട്ട് വരുന്നത്. അതിൽ രണ്ടും മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങളല്ല. കാരൻസ് EV വരുമ്പോഴായിരിക്കും അവരുടെ ഒരു മെയിൻ സ്ട്രീം EV ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ഉള്ള വണ്ടികളുടെ റേറ്റ് ആണെങ്കിലും EV6 66 ലാക്സിനടുത്ത് പോകും. EV9 ആണെങ്കിൽ ഏകദേശം 1.3 ക്രോസിനടുത്ത് എക്സ്ഷോറൂം തന്നെ വരും. ഇനി അടുത്ത നമ്മുടെ 9th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി വോൾവോ ആണ്. വോൾവോയ്ക്കും കഴിഞ്ഞ മാസം 21 വണ്ടികളുടെ സെയിലുള്ളൂ. വോൾവോ ഇവിടെ XC40 റീചാർജ്, C40 റീചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വണ്ടികളൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അങ്ങനെ ഒരുപാട് വലിയൊരു വ്യത്യാസം സെയിൽസിൻ്റെ കാര്യത്തിൽ പിടിക്കാൻ പറ്റിയിട്ടില്ല. ജാനുവരി 2025 27 വാഹനങ്ങളുടെ സെയിലും കഴിഞ്ഞ മാസം 21 വണ്ടികളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. 6 വണ്ടികളുടെ വ്യത്യാസം 22.22% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇവരുടെ വാഹനങ്ങൾ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് അല്ല. വോൾവോയുടെ ഒരു ടേംസിൽ നോക്കുമ്പം 56.1 ലാക്സും 62.95 ലാക്സ് വരെയാണ് മാക്സിമം പ്രൈസ് ഈ പറഞ്ഞ രണ്ട് വാഹനങ്ങൾക്കും പോകുന്നത്. പിന്നെ അവരിടയ്ക്ക് പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. EX40 C40 എന്ന് മാത്രമാക്കി. അതിൻ്റെ പെട്രോൾ കൗണ്ടർ പാർട്സൊക്കെ വൈകാതെ തന്നെ വോൾവോനെ ഇപ്പോൾ നിർത്തും. ഇങ്ങനത്തെ വണ്ടികൾ ഇറക്കുന്നതിലും കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോമുള്ള വണ്ടികൾ ഇറക്കുകയാണെങ്കിൽ വോൾവോയ്ക്ക് കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇനി അടുത്ത കമ്പനി സിട്രോൻ ആണ് 8th പൊസിഷനിൽ നിൽക്കുന്നത്. ഇവർക്ക് കഴിഞ്ഞ മാസം 59 വണ്ടികളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആൻഡ് ആ 59 വണ്ടികളും ഒറ്റ വണ്ടിയുടെയാണ്. ഈ C3 മാത്രമാണ് സിട്രോൻ ഇപ്പോൾ ഇലക്ട്രിക് വാഹനമായിട്ടുള്ളത്. ജാനുവരിയിൽ 269 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. അതായത് 210 വാഹനങ്ങളുടെ വ്യത്യാസം 78.07% ഡീഗ്രോത്ത് റേറ്റുമാണ്. നമ്മുടെ ഈ ലിസ്റ്റിൽ തീർച്ചയായും ഏറ്റവും കൂടുതൽ മന്ത് ഓൺ മന്ത് പെർസെൻറ്റേജിൽ ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന സിട്രോൻ തന്നെയാണ്. ഇവർ C3 എയർക്രോസ് അല്ലെങ്കിൽ എയർക്രോസിൻ്റെ ഇലക്ട്രിക് വേർഷൻ ഈ വർഷം തന്നെ ഇറക്കേണ്ടതായിരുന്നു. ആക്ച്വലി 24 ലാസ്റ്റോടുകൂടി ഇറക്കേണ്ടതായിരുന്നു. മിക്കവാറും ഈ C3യുടെ സെയിൽസ് അത്ര നല്ലതല്ല എന്ന് കണ്ടിട്ട് അവർ ഇത്തിരി വലിപ്പിച്ച് കിട്ടുന്നതായിരിക്കും. അതുപോലെ ബസാൾട്ടിൻ്റെയും EV ഇറങ്ങേണ്ടതായിരുന്നു. അതും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ബസാൾട്ട് പിന്നെ ഈ വർഷം ഇറക്കിയാലും കുഴപ്പമില്ലെന്ന് പറയും. പക്ഷേ C3 എയർക്രോസ് ഒക്കെ ഏകദേശം ഇറങ്ങേണ്ട സമയം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കമ്പനി മെർസിഡീസ് ആണ്. മെർസിഡീസിന് കഴിഞ്ഞ മാസം 67 വാഹനങ്ങളുടെ ടോട്ടൽ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. ജാനുവരി 2025 95 വാഹനങ്ങളുടെ സെയിലും കിട്ടിയിട്ടുണ്ട്. 28 വാഹനങ്ങളുടെ വ്യത്യാസം 29.47% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളുള്ളത് മിക്കവാറും മെർസിഡീസ് ബെൻസ് തന്നെയായിരിക്കും. നമ്മളിപ്പം റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് EQA എന്നാണ്. പിന്നെ EQB ഉണ്ട്, EQE ഉണ്ട്, EQS AMG ഉണ്ട്, EQS ലിമോസീൻ ഉണ്ട്, അതുപോലെ EQS SUV ഉണ്ട്, EQS മേബാക്ക് ഉണ്ട്, പിന്നെ G580 ഇലക്ട്രിക് G വാഗണും ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ വാഹനങ്ങളാണ് മെർസിഡീസ് ഓഫർ ചെയ്യുന്നത്. 67.2 ലാക്സ് എന്ന റേഞ്ച് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം 3 കോടി വരെ എക്സ്ഷോറൂം പ്രൈസ് പോകുന്നുണ്ട്. സോ ബേസിക്കലി എല്ലാം ഇമ്പോർട്ടഡ് വാഹനങ്ങളാണെങ്കിലും വണ്ടികൾ ഒരുപാടുണ്ട് എന്ന് പറയാം. പക്ഷേ സെയിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ല. BMW, Audi ഒക്കെ വെച്ച് കമ്പയർ ചെയ്യും. Audi പിന്നെയും കുറവാണ്. BMW കുറച്ചുകൊണ്ട് സെയിലുണ്ട്. ഇനി അടുത്ത കമ്പനി BMW തന്നെയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 219 വാഹനങ്ങളുടെ ടോട്ടൽ സെയിൽ ലഭിച്ചിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളിൽ. ജാനുവരിയിൽ 181 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 38 വാഹനങ്ങളുടെ വ്യത്യാസം 20.99% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഗ്രോത്ത് ഉള്ള ആകെപ്പാടെ 2 കമ്പനികളേ ഉള്ളൂ. അതിലൊന്നാണ് BMW. ഈവൻ ദോ രണ്ടാമത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള കമ്പനി ആണെങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നും പറയാനില്ല. കാരണം ഇവർക്ക് ഇന്ത്യയിൽ ഇപ്പം 4 വാഹനങ്ങൾ ഇലക്ട്രിക് റേഞ്ചിൽ അവൈലബിൾ ആണ്. iX1 എന്ന് പറഞ്ഞ ഒരു ഈ അടുത്ത് ഇറക്കിയ ഒരു ഇലക്ട്രിക് SUV ആണ് നമ്മുടെ X1 ബേസ്ഡ് ആയിട്ട്. പക്ഷേ അത് CKD ആയിട്ട് ഇവിടെ ലോക്കൽ അസംബ്ലി, അതായത് കൈൻഡ് ഓഫ് ലോക്കൽ അസംബ്ലി ചെയ്യുന്നതുകൊണ്ട് തന്നെ റേറ്റ് കുറവാണ്. 49 ലക്ഷത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ i4, i5, iX, i7 തുടങ്ങിയ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. മാക്സിമം 2.5 കോടി വരെ ഇവരുടെ വാഹനങ്ങളുടെ എക്സ്ഷോറൂം പ്രൈസ് പോകുന്നുണ്ടെങ്കിലും എൻട്രി ലെവൽ പ്രൈസ് കുറവാണ്. ഇനി അടുത്ത് നമ്മുടെ BYD ആണ് 5th പൊസിഷനിൽ നിൽക്കുന്നത്. കഴിഞ്ഞ മാസം 254 വാഹനങ്ങളുടെ സെയിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരിറക്കുന്നത് മൊത്തം CBU വാഹനങ്ങളാണെങ്കിലും സെയിലിൻ്റെ കാര്യത്തിൽ വളരെ നന്നായിട്ടാണ് BYD ഇന്ത്യയിൽ പെർഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ജാനുവരിയിൽ 313 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പം 59 വാഹനങ്ങളുടെ വ്യത്യാസം 18.85% ഡീഗ്രോത്തും ഒക്കെ നമുക്ക് മന്ത് ഓൺ മന്ത് ബേസിൽ പറയാൻ പറ്റും. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ATO3, EMAX 7, SEAL തുടങ്ങി 3 വാഹനങ്ങളാണ് ഇവർ മെയിനായിട്ട് ഇറക്കുന്നത്. ഇപ്പോൾ പിന്നെ C9 എന്ന് പറഞ്ഞൊരു വാഹനം കൂടെ വന്നിട്ടുണ്ട്. 26.9 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 65 ലാക്സ് വരെയാണ് ഇവരുടെ വാഹനങ്ങളുടെ മാക്സിമം പ്രൈസ് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും എക്സ്പെൻസീവായിട്ട് നമ്മുടെ BYD വിൽക്കുന്ന വാഹനം C9 7 ആണ്. പക്ഷേ അതിൻ്റെ സെയിൽ അങ്ങനെ തുടങ്ങിയിട്ടില്ല. കാരണം ആ വണ്ടി ഇനിയിപ്പം ജസ്റ്റ് അവർ കാണിച്ചിട്ടുള്ളൂ, ലോഞ്ചൊക്കെ ആയിട്ടേ ഉള്ളൂ, ഡെലിവറി കൊടുത്ത് തുടങ്ങിയിട്ടില്ല.
ഇനി അടുത്ത നമ്മുടെ 4th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മഹീന്ദ്രയാണ്. മഹീന്ദ്രയുടെ സെയിലൊക്കെ നിങ്ങൾ മിക്കവാറും അതായത് XUV90യുടെയും V6ൻ്റെ ഒക്കെ കുറേ കണ്ടു കാണുമായിരിക്കും. അതായത് ഫാക്ടറി ഡിസ്പാച്ച് യൂണിറ്റ്സ് അത് അത്യാവശ്യം നന്നായിട്ടുണ്ട്. V6ൻ്റെ ഏകദേശം 1000-നടുത്തും XUV90യുടെ ഓൾമോസ്റ്റ് 2000-നടുത്തും ഒക്കെ ഉണ്ട് കഴിഞ്ഞ മാസം. പക്ഷേ ഇവർ വണ്ടികൾ സെയിൽ ചെയ്തിരിക്കുന്നത് കുറവാണ്. 478 വാഹനങ്ങൾ മാത്രമേ ടോട്ടൽ പോയിട്ടുള്ളൂ. അത് മിക്കവാറും എനിക്ക് തോന്നുന്നു XUV400 നമ്പർ ആയിരിക്കും. കാരണം V6ൻ്റെയും XUV90യുടെയും ഒഫീഷ്യൽ ഡെലിവറി ഈ മാസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഇതിൽ എന്തായാലും ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. എന്തായാലും കമ്പയർ ചെയ്യുന്ന സമയത്ത് 688 വാഹനങ്ങളുടെ സെയിൽ ജാനുവരിയിൽ കിട്ടിയിട്ടുണ്ട്. അതായത് 210 വാഹനങ്ങളുടെ വ്യത്യാസവും 30.52% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അടുത്ത മാസത്തെ സെയിൽസ് കണക്ക് മുതൽ നമുക്ക് എന്തായാലും XUV90യും അതുപോലെ V6ൻ്റെ ഒക്കെ ലിസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ട് കിട്ടും. ഇനി അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹ്യുണ്ടായി ആണ്. ഹ്യുണ്ടായിക്ക് കഴിഞ്ഞ മാസം 738 വാഹനങ്ങളുടെ ടോട്ടൽ EV സെയിൽസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഐണിക് 5ഉം അതുപോലെ ക്രെറ്റ ഇലക്ട്രിക്കും ആണ് ഉള്ളത്. ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ സെയിൽസ് അവർ കൈൻഡ് ഓഫ് ഡെലിവറി ഒക്കെ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ എന്നാലും സെയിൽസ് അങ്ങനെ കയറി കൊടുത്താനുള്ളൊരു സമയമായിട്ടില്ല എന്ന് പറയാം. ഐണിക് 5 ഉണ്ട്, അത് പിന്നെ CKD ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള സെയിലൊന്നും ആ വാഹനത്തിന് അങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. എന്നാലും ഹ്യുണ്ടായി ഇനിയിപ്പം അവരുടെ ഒരു മാസ് മാർക്കറ്റ് EV ക്രെറ്റ EV ഇറക്കി. ബാക്കി വണ്ടികൾ ഇപ്പം വെന്യൂ EV തുടങ്ങിയ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് എന്നും പറയുന്നു. അതൊക്കെ വരികയാണെങ്കിൽ ഓവറോൾ അവർക്കും അത്യാവശ്യം മാർക്കറ്റ് പിടിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ കുറച്ചുകൂടെ വണ്ടികൾ എന്തായാലും ഇറക്കേണ്ടി വരും. ഇപ്പോൾ ഉള്ള വണ്ടികൾ വെച്ച് മാർക്കറ്റ് പിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് മഹീന്ദ്രയുടെ ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ. അത് മഹീന്ദ്രയാണ് സത്യം പറഞ്ഞ് ഇവർക്ക് എല്ലാവർക്കും മെയിനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ സെക്കൻഡ് കമ്പനി MG ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 3270 വാഹനങ്ങളുടെ ടോട്ടൽ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. ജാനുവരി 2025 വളരെ കൂടുതലായിരുന്നു. 4237 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ്. ഏകദേശം 1000 വണ്ടികളെടുത്ത് വ്യത്യാസം, അതായത് 967 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 22.82% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. കൊമറ്റ് EV, വിൻസർ EV അതുപോലെ ZS EV തുടങ്ങി 3 വാഹനങ്ങളാണ് വരുന്നത്. 4.99 lakhs പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് 26.64 lakhs വരെയാണ് ഈ വാഹനങ്ങളുടെയൊക്കെ പ്രൈസ് പോകുന്നത്. MG നമുക്കറിയാം വിൻസർ EV ആണ് മെയിനായിട്ട് അവർ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ജാനുവരിയിലൊക്കെ ഏകദേശം 3800 യൂണിറ്റ്സിനടുത്ത് വിൻസർ EV മാത്രം തന്നെ അവർ വിറ്റായിരുന്നു. കഴിഞ്ഞ മാസം സെയിൽസ് ഒരു ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇനിയിപ്പം തിരിച്ച് കയറിക്കൂടായിക്കൊന്നുമില്ല. കാരണം വിൻസർ EV ഇന്ത്യയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് അതിൻ്റെ പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോയിന്റ്. ഇനി അടുത്ത നമ്പർ 1 കമ്പനി നമുക്കെല്ലാവർക്കും അറിയാം ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ്. പക്ഷേ ഈ MGയും അതുപോലെ മഹീന്ദ്രയൊക്കെ കയറി വരുന്ന സമയത്ത് ഇവരുടെ ഒരു ഇത്രയും കാലം നമ്പർ 1 ആയിരുന്നു എന്നുള്ളൊരു സ്ഥാനം ഒരുപക്ഷെ നഷ്ടപ്പെടാനൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ CR EV ഒക്കെ കുറച്ചുകൂടെ പെട്ടെന്ന് വരണം. ഹാരിയർ EV വരുന്നുണ്ട്, അത് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഈ മാസം വരേണ്ടതായിരുന്നു, പക്ഷെ വന്നില്ല. ഇനിയിപ്പോൾ മിക്കവാറും ഏപ്രിൽ ഉറപ്പായിട്ടും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അത് വന്നാലും ഒരുപാട് സെയിൽ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാഹനമാണത്. എന്തായാലും ഓൾ വീൽ ഡ്രൈവ് ഒക്കെ വെച്ചാണ് വരുന്നത്. നമുക്ക് നോക്കാം. കഴിഞ്ഞ മാസം 3825 വാഹനങ്ങളുടെ സെയിലാണ് ടാറ്റയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ജാനുവരിയിൽ 5047 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതാണ്. 1222 വാഹനങ്ങളുടെ വ്യത്യാസവും 24.21% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ടിയാഗോ EV, ടിഗോർ EV, പഞ്ച് EV, നെക്സോൺ EV, കർവ് EV ഈ 5 വാഹനങ്ങളാണ് ഇപ്പോൾ വരുന്നത്. 7.99 lakhs സ്റ്റാർട്ട് ചെയ്ത് 21.99 lakhs വരെയാണ് ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രൈസ് പോകുന്നത്. എന്തായാലും ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.